ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ആര് ജയിക്കും എന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു വിശകലനം നടന്നുകൊണ്ടാണ് ഈ വിശകലനം നടത്തുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ആലത്തൂർ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ നിഷ്പ്രയാസം അവിടെ ഇടതുപക്ഷം ജയിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമായിരുന്നു. അതിൻ്റെ കാരണം പ്രധാനമായിട്ടും LDFിൻ്റെ സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ, അദ്ദേഹം നിലവിൽ ദേവസ്വം മന്ത്രിയാണ്. വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു നേതാവാണ്, ജനകീയനായ നേതാവാണ്, ലളിത ജീവിതം നയിക്കുന്ന നേതാവാണ്. അദ്ദേഹം 20 വർഷത്തിന് മുമ്പ് കേരളത്തിലെ പട്ടികജാതി ക്ഷേമ പിന്നോക്ക വകുപ്പ് മന്ത്രിയായിരുന്നു 5 കൊല്ലം. പിന്നീട് അദ്ദേഹം ഇടതുപക്ഷ മന്ത്രിസഭയിൽ സ്പീക്കറായി. ഇപ്പോൾ അദ്ദേഹം വീണ്ടും മന്ത്രിയായി. അങ്ങനെ 3 തവണ ക്യാബിനറ്റ് റാങ്കിൽ വന്ന CPMലെ അപൂർവം വളരെ മുതിർന്ന നേതാക്കന്മാർക്ക് മാത്രം കിട്ടുന്നതാണ്. അല്ലെങ്കിൽ ഒരു തവണ അവസരം കൊടുത്താൽ പിന്നെ അടുത്ത തവണ അവരെല്ലാവർക്കും അവസരം കൊടുക്കാറില്ല. ഇപ്പോൾ EP ജയരാജൻ, തോമസ് ഐസക്കിനെ പോലെയുള്ള ആളുകൾക്ക് കിട്ടുന്ന പോലത്തെ ആ ഒരു വളരെ പ്രമുഖനായ നേതാവാണ്. മാത്രമല്ല അദ്ദേഹം തൃശ്ശൂർ ജില്ലാ CPMൻ്റെ സെക്രട്ടറി ആയിരുന്നു, കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു. അങ്ങനെയുള്ളൊരു നേതാവിനെ ആണ് ആലത്തൂരിൽ CPM സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. അങ്ങനെ ഒരു മന്ത്രിയെ തന്നെ മത്സരിപ്പിക്കാനുണ്ടായ കാരണം നമുക്കെല്ലാവർക്കും അറിയാം. എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം, മാക്സിമം സീറ്റുകൾ കേരളത്തിൽ നേടണം. അത് CPMൻ്റെ ആത്യന്തികമായ ലക്ഷ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ മന്ത്രിയെ തന്നെ കളത്തിലിറക്കി ആലത്തൂരിൽ. കാരണം അവിടെ രമ്യ ഹരിദാസ് ചില്ലറക്കാരിയല്ല, വളരെ കരുത്തിയായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. അവർ വളരെ ജനകീയമായ ഇടപെടലുകൾ നടത്തുന്ന, അവരുടെ വ്യക്തിപരമായ കഴിവുകളും അവരുടെ ബോഡി ലാംഗ്വേജും സംസാര രീതിയും ഒക്കെ ഉപയോഗിച്ച് യങ്ങായിട്ടുള്ള ഒരു വനിത ആയതുകൊണ്ട് തന്നെ വളരെ നിഷ്പ്രയാസം ആലത്തൂരിലെ സാധാരണക്കാരായ മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവർ നാടൻ പാട്ടും ഒക്കെ പാടി. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജയിപ്പിക്കും. അതുകൊണ്ടാണ് അത്രയും വലിയ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ രമ്യ ഹരിദാസിനെ കിട്ടിയെന്നുള്ള കാര്യം തർക്കമല്ല. അല്ലെങ്കിൽ ഒരു തരംഗം ഉണ്ടാകുമ്പോൾ പോലും ആ തരംഗത്തിന് ഒരു പരിധി ഉണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ ഭൂരിപക്ഷം അവർക്ക് കിട്ടിയത് ജനങ്ങൾ അവരെ ഏറ്റെടുത്തു എന്നുള്ള അതുകൊണ്ടാണ്. അതൊരു എതിർ സ്ഥാനാർത്ഥിയോടുള്ള എതിർപ്പ് മാത്രമല്ല, മറിച്ച് അവരെ ഏറ്റെടുത്തു രാഷ്ട്രീയത്തിന് അതീതമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കരുത്തായിട്ടുള്ള സ്ഥാനാർത്ഥിയെ നേരിടുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരാളെ ഇറക്കിയില്ലെങ്കിൽ സീറ്റ് കിട്ടില്ല എന്ന് തോന്നി. അപ്പോൾ ആലത്തൂർ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഏതൊക്കെ പ്രാവശ്യം കിട്ടുക? CPM സ്വാഭാവികമായിട്ടും ആലോചിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആലത്തൂർ പിടിക്കാതെ പിന്നെ ഏത് പിടിക്കാനാ? അപ്പോൾ അതുകൊണ്ട് ആലത്തൂർ പിടിക്കാൻ ഏറ്റവും വലിയ വജ്രായുധം, CPMൻ്റെ വജ്രായുധം തന്നെ ഇറക്കി. അതാണ് K രാധാകൃഷ്ണൻ. അങ്ങനെ മത്സരം കടുത്തു, ശക്തമായ പോരാട്ടം നടന്നു. അതുപോലെ തന്നെ BJPക്ക് ഒരു ടീച്ചർ, വിക്ടോറിയ കോളേജിലെ സരസു എന്ന് പറയുന്ന ഒരു ടീച്ചർ ആണ് BJPക്ക് വേണ്ടിയിട്ട് മത്സരിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്താണ് അവിടുത്തെ പിക്ചർ എന്ന് പരിശോധിച്ചാൽ, ആദ്യം നമ്മൾ കണക്കൂട്ടുന്നത് ആലത്തൂർ നിയോജകമണ്ഡലം, ചേലക്കര നിയോജകമണ്ഡലം, വടക്കാഞ്ചേരി, കുന്നംകുളം, ഈ 4 നിയോജകമണ്ഡലങ്ങളിൽ നിന്നുള്ള ഭൂരിപക്ഷം മാത്രം മതി രാധാകൃഷ്ണൻ ജയിക്കാൻ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമായിട്ടുള്ള ചേലക്കരയിൽ നിന്ന് മൃഗീയമായ ഭൂരിപക്ഷം K രാധാകൃഷ്ണനുക്ക് ഉണ്ടാകുന്ന സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാഷ്ട്രീയത്തിന് അതീതമായി നമ്മൾ ഉറപ്പിച്ച് ഇത്തവണ K രാധാകൃഷ്ണൻ വിജയിക്കും എന്നുള്ള കാര്യം. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ പ്രകാരം ആദ്യം K രാധാകൃഷ്ണൻ ജയിക്കുമെന്ന് പറഞ്ഞവരൊക്കെ പറയുന്നത്, അതിലെല്ലാ ആൾക്കാരുണ്ട്, ലീഗുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, CPMകാരുണ്ട്, എല്ലാവരും പറഞ്ഞിരുന്നു രാധാകൃഷ്ണൻ ജയിക്കുന്നു. പക്ഷെ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ, കാര്യമായിട്ടുള്ള പ്രചരണം, അങ്ങനെ ഒരു ഉഷാറായിട്ടുള്ള പ്രചരണമൊന്നും CPMൻ്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് K രാധാകൃഷ്ണൻ അദ്ദേഹം മന്ത്രിയായി പ്രവർത്തിക്കുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ജയിക്കണം, അങ്ങോട്ട് ജയിക്കട്ടെ അല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിലാണ്. എന്താണെന്ന് എനിക്കറിയില്ല, അങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു ഉഷാറുണ്ടായിരുന്നില്ല അവിടെ എന്നാണ് പറയുന്നത് പ്രചരണ രംഗത്ത്. എന്നാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ രമ്യ ഹരിദാസിന് വലിയ രീതിയിലുള്ള ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത ഉണ്ട്. അതും ഈ പറഞ്ഞ പോലെ അവർക്ക് ചേലക്കര, അതുപോലെ കുന്നംകുളം, വടക്കാഞ്ചേരി പ്രദേശങ്ങളിലല്ല, അവർക്ക് കൂടുതൽ ആലത്തൂർ, ചിറ്റൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ, പാലക്കാടിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിൽ, അതായത് ആലത്തൂർ മണ്ഡലത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ
പാലക്കാട് ജില്ലയിലെ മണ്ഡലങ്ങളിൽ കാര്യമായ രീതിയിൽ അവർക്ക് സ്വീകാര്യതയുണ്ട് സാധാരണക്കാരായ ആളുകൾക്കിടയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ സാധാരണ ആളുകളുടെ വോട്ടുകൾ നേടാനുള്ള നല്ല സാധ്യത ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കണം. ആലത്തൂർ നമുക്ക് എങ്ങനെ വിശകലനം നടത്തിയാലും ഈ മണ്ഡലം ഇടതുപക്ഷം തോൽക്കും എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. അത് അങ്ങനെ പറയുന്നത് രാഷ്ട്രീയമായ ഒരു പൊട്ടത്തരമായി മാറുന്നതാണ് എനിക്ക് തോന്നുന്നത്. അവിടെ അത്രയും സംഘടനാ സംവിധാനം CPM-നുണ്ട്. അത്രയും മുതിർന്ന ഒരു നേതാവ്, വളരെ ജനകീയനായ ഒരു നേതാവ് മത്സരിക്കുന്നു. വലിയ പ്രചരണം പോലും വേണ്ട, ജയിക്കാൻ കഴിയും. അപ്പോൾ പ്രചരണം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ CPM ജയിക്കില്ല എന്ന് പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ രമ്യ ഹരിദാസ് ജയിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഏതായാലും ശരി, UDF വളരെ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ആലത്തൂരുണ്ട് എന്നുള്ളത് കൂടി ഈ സമയത്ത് കൂട്ടി വായിക്കേണ്ടതാണ്. അത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഈസി ആയിട്ട് ഇടതുപക്ഷം ജയിക്കുന്നു കരുതിയ ഒരു മണ്ഡലത്തിൽ UDF വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. കാരണം അവർ പറയുന്നത്, UDF പറയുന്നത് പാലക്കാട്, കണ്ണൂർ, മാവേലിക്കര, ആറ്റിങ്ങൽ ഈ 4 മണ്ഡലങ്ങൾ തോൽക്കുമെന്നാണ് പറയുന്നത്. തോൽക്കാൻ സാധ്യത അങ്ങനെ തന്നെ. അവിടെയാണ് കടുത്ത പോരാട്ടം എന്ന് പറയുന്നത്. ബാക്കി 16 ജയിക്കാൻ സാധ്യത എന്ന് പറയുമ്പോൾ അപ്പോൾ ആലത്തൂർ അവർ ജയിക്കുന്നതിലാണ് കൂട്ടിയിരിക്കുന്നത്. അതും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, രമ്യ ഹരിദാസ് ജനങ്ങൾക്കിടയിൽ നന്നായിട്ട് വേരൂടിയിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, ഒരു വ്യക്തിയോട് ഇഷ്ടം തോന്നിയാൽ മതി വോട്ട് ചെയ്യാൻ. അങ്ങനെ ഒരു ഇഷ്ടം അവരോട് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വനിത എന്ന രീതിയിൽ അവരുടെ വീട്ടിലൊരു കുട്ടി എന്നൊക്കെ പരിഗണന, അല്ലെങ്കിൽ ഒരു അനുജത്തി, ജ്യേഷ്ഠത്തി എന്നൊക്കെ ഒരു പരിഗണന അവർക്ക് നന്നായി ലഭിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPM-ന് എതിരായിട്ട് വലിയ വികാരം, വലിയൊരു UDF തരംഗം ഒന്നും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ പോലെ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സംശയമില്ല, കേരളത്തിൽ ഇടതുപക്ഷം വോട്ടെണ്ണി തുടങ്ങുമ്പോൾ ജയിക്കുന്ന മണ്ഡലം ആലത്തൂരായിരിക്കും. എന്നാൽ 2019 സമാനമായ തരംഗം ഉണ്ട് എങ്കിൽ മേൽപ്പറഞ്ഞ ഘടകങ്ങളെല്ലാം, പ്രത്യേകിച്ച് മന്ത്രിയാണ്, രാധാകൃഷ്ണനാണ്, വളരെ നല്ല വ്യക്തിയാണ് എന്നതിനപ്പുറം ജനങ്ങൾ തീരുമാനിച്ചാൽ, ഈ പറഞ്ഞ പോലെ പെങ്ങളൂട്ടിക്ക് എന്ന നിലയിൽ വോട്ട് കൊടുത്താൽ അവിടെ രമ്യ ഹരിദാസ് ജയിക്കും. പക്ഷേ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിൽ പറയാനുണ്ട്. കാരണം പെൻഷൻ കിട്ടാത്തതിൻ്റെ വലിയ ബുദ്ധിമുട്ട്. 7-8 മാസത്തെ പെൻഷൻ പെൻഡിങ് ആണ്. 8 മാസത്തെ പെൻഷൻ പെൻഡിങ് ആക്കിയിട്ട് ഇവർ ചെയ്തതെന്ന് വെച്ചാൽ 2 മാസത്തെ പെൻഷൻ കൊടുത്തു. അത് എന്നിട്ട് സൈബർ ടീം, CPM-ൻ്റെ സൈബർ ടീം പെൻഷൻ കിട്ടിയാറുണ്ട്. എന്താണെന്നൊന്നും ആലോചിച്ച് നോക്കുക. 8 മാസത്തെ പെൻഷൻ പെൻഡിങ് ആണ്, എന്നിട്ട് 2 മാസത്തെ പെൻഷൻ കൊടുത്തിട്ട് അതൊരു ഔദാര്യം പോലെ, അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തന സമയത്ത് CPM ഇത്രയും വലിയ ഗതികേടിലേക്ക് ഇടതുപക്ഷം പോയെന്നാണോ അല്ലെങ്കിൽ സൈബർ ടീം പോയെന്നാണോ എനിക്കറിയില്ല. അവർക്കത് ചിന്തിച്ചാൽ മനസ്സിലാവില്ല. അത് കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യാൻ ഇടയായിട്ടുണ്ട്. ആലത്തൂർ പോലത്തെ ഒരു മണ്ഡലത്തിൽ സർവ്വസാധാരണക്കാരായ മനുഷ്യർ, ഇതുപോലെയുള്ള ക്ഷേമ പെൻഷനുകളിൽ ഊന്നി ജീവിക്കുന്ന ആളുകൾ, അത് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ആളുകളുള്ള, അതിൻ്റെ എണ്ണം വളരെ കൂടുതലുള്ള ഒരു മണ്ഡലമാണ് ആലത്തൂർ. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരം അവിടെ ഉണ്ട്. അപ്പോൾ മന്ത്രി തന്നെ പോയി മത്സരിക്കുമ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന പോലെ നമ്മളെല്ലാം ജനകീയനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങളെ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. ഈ ഒരു ഘടകം കൂടി വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് UDF വലിയ പ്രതീക്ഷ ആലത്തൂർ മണ്ഡലത്തിൽ വെച്ച് പുലർത്തുന്നത്. ഏതായാലും എല്ലാ ഘടകങ്ങളും നമുക്ക് പരിശോധിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. ഞാനൊരു അല്പം മുൻതൂക്കം ഇടതുപക്ഷത്തിന് കൊടുക്കുന്നുണ്ട്. അത് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആള് സ്ഥാനാർത്ഥി ആയതുകൊണ്ട് മാത്രമാണ്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. അപ്പുറത്തുള്ളത് അതിമികച്ച, ഇന്ന് UDF-ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി. ആലത്തൂർ മണ്ഡലത്തിലേക്ക് വേറെ ഒരാളെയും UDF-ന് നോക്കാനില്ല. അപ്പോൾ അങ്ങനെ കരുത്തരായിട്ടുള്ള 2 സ്ഥാനാർത്ഥികൾ, വ്യക്തിഗത മികവ് കൂടി ഏറ്റുമുട്ടുന്ന തെരഞ്ഞെടുപ്പാണ് ആലത്തൂർ. ആര് ജയിക്കും എന്ന് നമുക്ക് കാത്തിരിക്കാം. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നത്, എൻ്റെ നിഗമനം അവിടെ ഇടതുപക്ഷം ജയിക്കും എന്നാണ്.